പവന്റെ വള 50,000 50,000 ഞാൻ എങ്ങനെ തന്നാ പോലെ ഇങ്ങനെ തന്നെ ഞാൻ പൊട്ടിച്ചിട്ട് നാലാൾ അറിയണമെന്ന് പോലെ അതോ സലാത്തുൽ ഫാത്തിഹയുടെ പവർ കേട്ടോ. സലാത്തുൽ ഫാത്തിഹ റബ്ബക നിലനിർത്താൻ സലാത്ത് ചൊല്ലുന്ന വീട്ടിൽ അല്ലാഹു ഒരു വിഷമുള്ള കൊടുക്കൂല. സ്ഥലയുടെ ഇടക്കര മൂത്ത് വർത്തുന്ന ഇത് പുതിയതാണ്. കുടുംബത്തിനും തങ്ങളെ കൂടെ നാളെ സ്വർഗം പങ്കിടാൻ കൊടുക്കട്ടെ. എന്തിനാ തന്നെ കേട്ടോ മൂപ്പര് ഭാര്യക്ക് അസുഖമുണ്ടായി. കേട്ടോ കുറച്ചോനെ മൊത്തം പറയുന്ന ആരെങ്കിലും മജ്‌ലിസിലുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറ്റില്ല. അപ്പോ മൂപ്പര് ഭാര്യക്ക് സുഖമില്ല, വലിയ പ്രയാസമായി ഡോക്ടർമാരെ കാണിച്ചു. ഡോക്ടർമാര് വിധിയെഴുതി എന്റെ മജ്ജ മാറ്റിവെക്കണം, മജ്ജ മാറ്റിവെക്കണം. ആ ഉമ്മ സ്വലാത്തുൽ ഫാത്തിഹയുടെ വ്യക്തമാണ്. എത്ര ലക്ഷം? 45 ലക്ഷം രൂപ ഈ പാടത്തിനോട് റെഡിയാക്കാൻ ഡോക്ടർമാർ വിധി എഴുതി. ആ ഉമ്മ ഭാര്യ പറഞ്ഞു, നമ്മൾക്ക് നേരെ മേലെ കൊടുക്കാതെ തങ്ങളെടുത്ത് പോവാം, ഒറ്റക്ക് പോവാ. അവിടെ പോയി ഞങ്ങളുടെ സങ്കടങ്ങൾ നമുക്ക് പറയാം. നിങ്ങളുടെ കണ്ണുകളുമായിട്ട് അവരെന്നെ സമീപിച്ചു. കേട്ടോ, നിങ്ങളുടെ കണ്ണുകളുമായി എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, 45 ലക്ഷം നിങ്ങൾക്ക് വേണം, എന്റെ മജ്ജ മാറ്റിവെക്കോ. ഡോക്ടർമാര് വിധി എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അമ്മ നിങ്ങൾ വിഷമിക്കില്ല. എന്റെ കലാമത്തല്ലോ എത്തോളിങ്ങള്. അങ്ങനെ അമ്മ അവിടെ എന്നോട് പറഞ്ഞു, നിങ്ങൾ നാവോട് പറഞ്ഞല്ലേ തൊഴില നാവോട് പറഞ്ഞല്ലോ 45 ലക്ഷം രൂപ സ്വപ്നം കൊണ്ട് കാണാൻ കഴിയില്ല. എന്റെ മച്ച മാറ്റി എനിക്ക് വലിയ തങ്ങളെ നേരെ കൊടുക്കാറിന്റെ മുറ്റത്ത് നിന്ന് വന്ന് കിടന്നപ്പോ ഈ കൂടപ്പുറപ്പിനോടും ഭാര്യയോടും പറഞ്ഞു, അള്ള പരാജയപ്പെടുത്തൂല, അള്ള പരാജയപ്പെടുത്തൂല. വീട്ടിൽ പോയി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഡോക്ടർ സമീപിച്ചു. ഡോക്ടർ സ്കാനിങ് ഇന്നലെ ഡോക്ടർമാരെ കാണിച്ചു. സർജറി നടത്തുന്ന ഡോക്ടറെ കാണാൻ പറഞ്ഞു. സ്കാനിങ് ചെയ്ത് നോക്കിയപ്പോ ഒരു രോഗമില്ല. ഡോക്ടർ എന്താ വിട്ടുപോയി? മെഡിക്കൽ കോളേജിൽ പ്രൊഫസർ, ഞാൻ മലയാളിയാണ്, എന്റെ കൂടെ പഠിപ്പിനൊക്കെ മലയാളം അറിയാം, അതുകൊണ്ട് അങ്ങനെ പറയാം. മെഡിക്കൽ കോളേജിൽ ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ പറയാണ്, നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഓപ്പറേഷൻ നടത്തിയോ? നിങ്ങളുടെ ഭാര്യക്കൊരു രോഗവുമില്ല, അങ്ങനത്തെ പ്രശ്നമില്ല. വീട്ടിൽ ചെന്നിട്ട് തന്റെ കയ്യിൽ കിടക്കുന്ന സ്വർണ്ണാഭരണം ഊരിയിട്ട് ഇതെന്റെ കൂടെ പറപ്പിന് കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. സാലിഫായ പടച്ചുറപ്പ് മരിക്കുന്നത് വരെ ഇവർക്കും ഇവരുടെ കുടുംബത്തിനും അങ്ങനത്തെ രോഗങ്ങൾ കൊടുക്കല്ലോ. ഒരു തകീത് ചൊല്ലണേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു പരാജയപ്പെടുത്തൂല. നോക്കാൻ ഒരാളെ ശബ്ദമില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ പ്രസംഗിക്കില്ല. അല്ലാഹു ബർക്കത്ത് കേട്ടോ. പ്രസംഗിക്കുന്നതിന് തുടങ്ങാൻ